അദ്ദേഹം എന്തുകൊണ്ട് റിബലായി, എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്ന കടുത്ത തീരുമാനം. ഒരു ചെറിയ കാര്യമുണ്ട്. 63 കൊല്ലം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാൾ എന്തുകൊണ്ട് ഒരു ദിവസം പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിക്കും? അദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ രംഗത്തും അവർ താഴ്ത്തിക്കെട്ടുകയും അവഹേളിക്കുകയും ചെയ്തു. ഇതിൽ ഒന്നാം പ്രതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സഖാവ് സജി ചെറിയാനുമാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വമാണ്. ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ അവഹേളനവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിസ്സംഗതയും ആണ് ഇതുപോലെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ശബരിമലക്ക് വന്ന് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ശബരിമലക്ക് വന്ന് നമ്മുടെ CPM-കാരാണ്. മാർക്സിസ്റ്റുകാരുടെ പരദേവതയാണ് ശബരിമല ധർമ്മശാസ്ത്രം. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ജി സുധാകരൻ CPM-ന് വലിയ തലവേദന ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അഡ്വക്കേറ്റ് A. ജയശങ്കറുമായി ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം നൽകിയ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് പാർട്ടി കാട്ടിയ അവഗണനയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് താൻ സ്വതന്ത്രനായി മത്സരിക്കും അമ്പലപ്പുഴയിൽ എന്ന്. ഈ ഒരു തീരുമാനം CPM-ന് സൃഷ്ടിക്കാൻ പോകുന്നത് ചില്ലറ തലവേദനയായിരിക്കില്ല എന്ന് ഇതിനകം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ തരത്തിലായിരിക്കും സുധാകരൻ ഇനി മുന്നോട്ട് പോകാൻ സാധ്യത? അദ്ദേഹം ഉയർത്താൻ പോകുന്ന വെല്ലുവിളി എത്രത്തോളം ശക്തമായിരിക്കും? അത് ഏതൊക്കെ തരത്തിലായിരിക്കും? സുധാകരനെ ഇപ്പോൾ അപഹസിക്കുന്നവർ അതിന് എത്രത്തോളം യോഗ്യരാണ്? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം അഡ്വക്കേറ്റ് A. ജയശങ്കർ ചേരുന്നു. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു കേൾക്കുന്നത് രണ്ട് സുധാകരന്മാരാണ്, G. സുധാകരനും K. സുധാകരനും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച് നിർത്തിയതിന് ശേഷം സംഭവിച്ച വലിയൊരു മാറ്റം അതാണ്. ശ്രീ G. സുധാകരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വതന്ത്രനായി മത്സരിക്കും അമ്പലപ്പുഴയിൽ നിന്നും. അദ്ദേഹത്തിനെതിരെ കുലംകുത്തി പ്രയോഗവുമായി അതിനുശേഷം പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പോസ്റ്ററുമായി എത്തുകയുണ്ടായി. എങ്ങനെയാണ് അങ്ങ് കാണുന്നത് നിലവിലെ സാഹചര്യത്തെ? അല്ല, G. സുധാകരൻ ഒരു വിമതനായി മാറുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ ആജ്ഞ ധിക്കരിച്ച് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം ഒരു നിഷേധ രൂപത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ, പാർട്ടി സഹയാത്രികരുടെ ഇടയിൽ പൊതുവെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട്. അത് ചെറിയ ആശയക്കുഴപ്പവുമല്ല. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടികയിലെ CC മുകുന്ദൻ കോൺഗ്രസിൽ ചേർന്നില്ല, പക്ഷേ അദ്ദേഹം പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. വേണമെങ്കിൽ റിബലായി മത്സരിക്കാം എന്ന നിലയിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ BJP പിന്തുണയ്ക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കും, അതല്ല കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണ സ്വീകരിക്കും എന്ന നിലയിലെത്തി നിൽക്കും. പണ്ട് നമ്മുടെ ശെൽവരാജ് നിയമസഭാംഗത്ത് രാജിവെച്ച് പോയത് ഓർക്കില്ലേ? അതെ. അതുമൊക്കെ ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. കാരണം കമ്മ്യൂണിസ്റ്റ് MLA-മാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊന്നും അങ്ങനെ ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് താല്പര്യപ്രകാരമോ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ച സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് പോവുക പതിവില്ല. വല്ല മനോജ് കുരിശിങ്കലോ മറ്റോ ഒക്കെ പോയത് നമുക്ക് മനസ്സിലാക്കാം. അതും പാർട്ടിക്കാരല്ല, പാർട്ടി സ്പോൺസർ ചെയ്ത് കൊണ്ടുന്ന ആളുകളാണ്. അവർക്ക് പാർട്ടിയെ കൊണ്ടുള്ള ഉപകാരം കഴിഞ്ഞപ്പോൾ, പാർട്ടിയെ കൊണ്ട് അവർക്കുള്ള ഉപയോഗം കഴിഞ്ഞപ്പോൾ അവർ പാർട്ടിയെ വലിച്ചെറിഞ്ഞ് വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അത്രേ ഉള്ളൂ. അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. പക്ഷേ ഇതുപോലുള്ള ആളുകൾ, ഇപ്പോൾ ഐഷ പോറ്റിയാണെങ്കിലും മൂന്നനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ BJP ചേർന്ന മുൻ MLA അജിത്താണെങ്കിലും, അവരൊന്നും അങ്ങനെ പോകാൻ പാടുള്ളവരല്ല. ശെൽവരാജ് പോയതും അത് ശരി, ഒരു നമുക്ക് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ചെറിയൊരാളല്ല. ഐഷ പോറ്റിയെ പോലും, അല്ലെങ്കിൽ മൂന്നിനെ പോലെ അജിത്തിനെ പോലുള്ള ഒരാളല്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് എന്നതിലുപരി ഒരു മുതിർന്ന നേതാവാണ്. പാർട്ടി സംസ്ഥാനത്ത് ഇപ്പോൾ വെച്ച് ഏറ്റവും മുതിർന്ന CPM നേതാക്കളിൽ ഒരാളാണ്. പ്രധാന പദവികൾ വഹിച്ച ആളാണ്. 7 തവണ നിയമസഭയ്ക്ക് മത്സരിച്ച ആളാണ്. 4 തവണ ജയിച്ച് MLA ആയി. ഏതാണ്ട് 20 കൊല്ലത്തോളം നിയമസഭാംഗമായി, 2 തവണ മന്ത്രിയായി, 5 10 കൊല്ലം മന്ത്രിയായിട്ടിരുന്ന ആളാണ്. പേരുകേട്ട ഒരു ഭരണാധികാരിയാണ്. അതെല്ലാവർക്കും സാധിക്കില്ലല്ലോ. അതിലുപരി അഴിമതിയുടെ കറ പുരളാത്ത ആളാണ്. അഴിമതിയുടെ ഒരു നിഴൽ പോലും ഏൽക്കാത്ത ആളാണ്. ആ രീതിയിൽ സംശുദ്ധമായ പൊതുജീവിതത്തിനുടമ എന്ന രീതിയിൽ വലിയ സ്വീകാര്യതയും എതിരാളികൾക്ക് പോലും വലിയ മതിപ്പും ആദരവും നൽകേണ്ടി വന്നിട്ടുള്ള ആളാണ്.
അപ്പോൾ അതുകൊണ്ട് ജി സുധാകരൻ ചെറിയ ആളല്ല. സുധാകരൻ സംസ്ഥാന കമ്മിറ്റിക്ക് മുകളിലേക്ക് പോകാത്തത് പുള്ളി അതിൽ താല്പര്യപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ സുരേഷ് കുറുപ്പിനെ പലതവണ ആ സംസ്ഥാന കമ്മിറ്റിക്ക് കൊണ്ടുവന്ന് കുറുപ്പ് ആഗ്രഹിച്ചു. കുറുപ്പിന് യോഗ്യത ഉണ്ടായിരുന്നു. പക്ഷേ കോട്ടയം ജില്ലയിലെ ചില ഗൂഢശക്തികൾ അദ്ദേഹത്തെ കാലെ പിടിച്ച് വലിച്ച് ഇത്രയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഒതുക്കി നിർത്തുകയാണ് ചെയ്തത്. കുറുപ്പ് പിന്നെ സജീവ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് ഇപ്പം വാനപ്രസ്ഥത്തിന് പോയിരിക്കുകയാണ്. സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ അവിടെ ശക്തനായ നേതാവായിരുന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് MLA ആയിരുന്നു. മന്ത്രി, 2 തവണ മന്ത്രിയായി. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ എന്നെ ഉൾപ്പെടുത്തണ്ട, എനിക്ക് സെക്രട്ടേറിയറ്റ് വേണ്ട, ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ തുടർന്നോളാം എന്ന നിലപാടെടുത്ത ആളാണ്. അദ്ദേഹം ഒരു അധികാരമോഹിയായിരുന്നെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ പുളിക്കും. തിരുവനന്തപുരത്ത് ഒരു സ്വന്തമായിട്ട് താമസ സ്ഥലമല്ലേ ഉണ്ടായി. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ തിരുവനന്തപുരത്ത് പാർട്ടി ഫ്ലാറ്റ് ഉണ്ട്. അതിലൊന്നും അങ്ങനെ അഭിരമിക്കുന്ന ആളല്ല. അതൊന്നും കണ്ടാൽ കണ്ണഞ്ചുന്ന ആളുമല്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം, ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം അതൊക്കെ പറഞ്ഞ ആളുകളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. ഓക്കെ. അതെ, വളരെ കാലം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം MLA മന്ത്രിയാവുന്നതിന് മുമ്പ്, അതായത് 2006 VS-ന്റെ മന്ത്രിസഭയിലാണ് ആദ്യം മന്ത്രിയാവുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് കാറുണ്ടായിരുന്നില്ല. MLA ആയിരിക്കുമ്പോഴും കാറില്ല. മന്ത്രിയായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അത് സ്റ്റേറ്റ് കാർ. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം ആലപ്പുഴയിൽ തൂക്കുകുളം എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ അല്ല, ഇപ്പോൾ പുന്നപ്പുറയിലാണ് താമസിക്കുന്നത്. തൂക്കുകുളം എന്ന് പറഞ്ഞ ഹൈവേയുടെ സൈഡിലാണ്. അതായത് നമ്മുടെ ആലപ്പുഴ SD കോളേജ് കഴിഞ്ഞിട്ട്, കളർകോട് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലമാണ് തൂക്കുകുളം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ചെല്ലുമ്പോഴാണ് പുന്നപ്പുറയൊക്കെ വരുന്നത്. ഈ തൂക്കുകുളത്ത് നമ്മൾ നാഷണൽ ഹൈവേ കൂടി പോകുമ്പോൾ റോഡിൻ്റെ ഇടത്തുവശം, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇടത്തുവശം, അതായത് റോഡിൻ്റെ കിഴക്ക് വശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടാണിത്. ഭാര്യ സഹോദരിയും അതേ വളപ്പിൽ തന്നെ വേറെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഇദ്ദേഹം താമസിച്ചിരുന്ന വീട് പിന്നീട് ഹൈവേക്ക് വീതി കൂട്ടിയപ്പോൾ അത് പൊളിഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കിടപ്പാടം നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട് പൊളിച്ചു. ഞാൻ പറഞ്ഞത്, ആ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കെടുക്കാനായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആലപ്പുഴ KSRTC സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം പോകാൻ ഉദ്ദേശിച്ച ആ വണ്ടി പോയി കഴിഞ്ഞു. ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്. അദ്ദേഹം എന്താ ചോദിച്ചാൽ ആ വന്ന ഓട്ടോറിക്ഷയിൽ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ കുറച്ച് വിചിത്രമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആൾ. VS മന്ത്രിസഭയിലെ മന്ത്രിമാരായ ഉടനെ തന്നെ വീട് മോടി പിടിപ്പിക്കാൻ തുടങ്ങിയൊരു പരിപാടിയുണ്ട്. ഔദ്യോഗിക മന്ദിരങ്ങൾ നമ്മുടെ PWD-കാരെ വിളിച്ചിട്ട് കണ്ടമാനം പണം ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് അത് മോടി പിടിപ്പിച്ച് ടൈൽസൊക്കെ മാറ്റി, അല്ലെങ്കിൽ ബാത്റൂമിലെ ഫിറ്റിങ്സ് മാറ്റി, മറ്റേ ജനലിൻ്റെ കർട്ടൻ മാറ്റി, ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. അതിന് കോടിയേരി ബാലകൃഷ്ണനും C ദിവാകരനൊക്കെ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവാക്കി. 11 ലക്ഷമാണ് ദിവാകരൻ ചിലവാക്കിയത്. അതിൽ കൂടുതലാണ്, 18 ലക്ഷം മറ്റുമാണ് കോടിയേരി ബാലകൃഷ്ണൻ ചിലവഴിച്ചത്. അതുപോലെ ഓരോരുത്തരും അവരാൾ കഴിയുന്നതിൽ ചിലവാക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ സംഖ്യ ചിലവഴിച്ചു. പിന്നൊരാൾ ബിനോയ് വിശ്വമാണ് ഏറ്റവും കുറച്ച് ചിലവാക്കിയത്. പിന്നൊരാൾ ഏറ്റവും കുറവ് ചിലവാക്കിയത്, ബിനോയ് വിശ്വത്തെ പോലും പിന്നിലാക്കിയത് നമ്മുടെ സുധാകരനായിരുന്നു. അതേ 25,000 രൂപയുടെ ആകെ ചിലവാക്കിയത്. അത്രയും ലളിതമായ ജീവിതം നയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാലും നമുക്ക് ആ ഒരു ലാളിത്യം ഫീൽ ചെയ്യും. പഴയ വീട്ടിൽ പ്രത്യേകിച്ചും യാതൊരു ആർഭാടവും ഇല്ലാത്ത ഒരു സാധാരണ വീട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കോളേജ് അധ്യാപികയാണ്. അവർക്ക് നല്ല ശമ്പളവും UGC സ്കെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യനാണ് പുള്ളി. അങ്ങനൊരു അധികാരമോഹിയോ അല്ലെങ്കിൽ ധനം സമ്പാദിക്കണമെന്ന് താല്പര്യമുള്ള ആളൊന്നുമല്ല. അദ്ദേഹം എന്തുകൊണ്ട് റിബലായി, എന്തുകൊണ്ട് പാർട്ടി വിട്ടു പോകുന്ന കടുത്ത തീരുമാനം. ഒരു ചെറിയ കാര്യമല്ല. 63 കൊല്ലം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാൾ എന്തുകൊണ്ട് ഒരു ദിവസം പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് തീരുമാനിക്കും? അത് എന്തുകൊണ്ട്? അത് പോട്ടെ, അംഗത്വം പുതുക്കാത്ത എത്രയോ ആളുകളുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ പിന്നെ ഇപ്പോൾ PV കുഞ്ഞിക്കണ്ണനോ പുത്തലത്ത് നാരായണനോ, അതുമല്ലെങ്കിൽ അതുപോലെ ഒരുപാട് സഖാക്കളൊക്കെ പാർട്ടി, ചാത്തുണ്ണി മാസ്റ്ററൊക്കെ ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് പോയി. അവരൊക്കെ സന്തോഷത്തോടെയല്ല പോയത്, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് വന്നു. പക്ഷെ അവരാരും ചെയ്യാത്ത രീതിയിൽ ഒരു റിബലായിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സംഗതി അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടല്ല. ഈ കൃത്യം 5 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് പാർട്ടി ഒരു കടുത്ത തീരുമാനമെടുത്തു. ഒരുപാട് കാലമായിട്ട് മത്സരിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണ്ട. CPI-കാർ നേരത്തെ നടപ്പാക്കിയതാണ്. ആ CPM-കാരും അതേ പാത പിന്തുടർന്നു. 2 തവണ അടുപ്പിച്ച് ജയിച്ചവർക്ക് സീറ്റില്ല എന്ന്. അത് ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. സുധാകരന് മാത്രമായിട്ട് നിഷേധിച്ചാൽ തോമസ് ഐസക്ക്, അതുപോലെ രവീന്ദ്രനാഥ്,
ഇ.പി. ജയരാജൻ, എ.കെ. ബാലൻ, ഇവരാരും മോശക്കാരൊന്നുമല്ല. ഇത്തരം മന്ത്രിമാർ തന്നെയുണ്ട്. മന്ത്രിമാരല്ലാത്ത ഒരുപാട് പേർക്ക് ഇതേ മാനദണ്ഡം ബാധകമായി. കോഴിക്കോട്ടെ പ്രദീപ് കുമാർ, ഗുരുവായൂരെ നമ്മുടെ അബ്ദുൽ ഖാദർ, അതുപോലെ എറണാകുളത്തെ ശർമ്മ മത്സരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പും ജയിച്ചിട്ടുള്ള ആളാണ്. ശർമ്മ ഇപ്പോൾ എന്നാൽ പോലും ജയിക്കും, അത്രയും ജനകീയനാണ്. അതുപോലെ കോട്ടയത്ത് സുരേഷ് കുറുപ്പ്, റാന്നിയിലെ രാജു അബ്രഹാം. അപ്പോൾ ഈ സീറ്റുകൾ പലതും ഈ ആളുകൾ മാറിയാൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന സീറ്റ് പോലുണ്ട്. ചാലക്കുടിയിലെ ബി.ഡി. ദേവസി വളരെ ജനകീയനായ ഒരു എം.എൽ.എ. ജനകീയനായ ദേവസ്വം മത്സരിച്ചെങ്കിൽ ചാലക്കുടി സീറ്റ് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല. ദേവസ്വം അവിടെ നിന്ന് പോയപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെയുണ്ട്. ഇപ്പോൾ റാന്നി അന്ന് രാജു അബ്രഹാം മാറിയപ്പോൾ ജയിക്കുന്നു വിചാരിച്ചില്ല. പിന്നെ മാണി ഗ്രൂപ്പിന് കൊടുത്ത് മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർജിനലായിട്ടുള്ള സീറ്റുകൾ പോലും ഉപേക്ഷിച്ച് തത്വം നടപ്പാക്കി. സുധാകരന് യാതൊരു പരാതി ഉണ്ടായില്ല. നേരെ മറിച്ച് ഇതിൽ പല ആളുകൾക്കും പരാതി ഉണ്ടായിരുന്നു. എനിക്കിവരെ മിക്കവരും തന്നെ നേരിട്ട് പരിചയമുള്ളതും അവരൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മളായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഈ പറഞ്ഞ് നേരത്തെ പേരെടുത്ത് പറഞ്ഞതിൽ ഒരാൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അപ്പോൾ പുള്ളി വിചാരിച്ച പുള്ളിയുടെ സീറ്റ് ഭാര്യയ്ക്ക് കൊടുക്കും എന്നാണ്. അതും കിട്ടിയില്ല. ഏത് പുള്ളിക്കും കിട്ടിയില്ല, പുള്ളിയുടെ ഭാര്യയ്ക്കും കിട്ടിയില്ല. അതേ സമയത്ത് തന്നെ വിജയരാഘവൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കിട്ടി. അതെ, ഇരിങ്ങാലക്കുട സീറ്റ് കിട്ടി. പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ച റിയാസിന് സീറ്റ് കിട്ടി. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് കിട്ടിയില്ല എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടി ഇങ്ങനെയായി പോയി. അപ്പോൾ സുധാകരന് യാതൊരു സങ്കടം ഉണ്ടായില്ല. പുള്ളി അതിപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മുടെ പാടായി എന്ന രീതിയിലാണ് പുള്ളി നിന്നത്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ അവരെ കഴിയാവുന്ന രീതിയിലൊക്കെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചവിട്ടി മെതിക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് പുള്ളി ഇതുപോലൊരു കടുത്ത നിലപാടിലേക്ക് പോയത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിന് പീഡന കാലമായിരുന്നു. അതായത് ഈ ആലപ്പുഴ പാർട്ടിയിൽ പി.കെ. ചന്ദ്രാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ് സുധാകരൻ. അത് ഗൗരിയമ്മയ്ക്ക് ശേഷം ചന്ദ്രാനന്ദൻ അച്യുതാനന്ദൻ പിന്നെ തിരുവനന്തപുരത്തായിരുന്നു. ചന്ദ്രാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ സുധാകരനായിരുന്നു. അടുത്ത ജനറേഷനാണെങ്കിൽ പോലും എല്ലാ വർഷവും ചന്ദ്രാനന്ദൻ മരിച്ചതിന് ശേഷം ഈ പുന്നപ്പുറ വയലാർ രക്തസാക്ഷി വാരാചരണത്തിൻ്റെ പതാക ഉയർത്തുന്നത് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് സുധാകരനായിരുന്നു. കഴിഞ്ഞ വർഷം സുധാകരനെ വിളിച്ചില്ല. സുധാകരനെ കൂടാതെ അവർ രക്തസാക്ഷി ദിനാചരണം നടത്തി. അതുകൂടാതെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ ആളാണ്. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ഈ ജാഥ നയിച്ച് 10-12 SFI-കാരുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് മുദ്രാവാക്യം വിളിച്ചു പോയതിൻ്റെ നേതാവ് സുധാകരനാണ്. അന്ന് EMS പറഞ്ഞാണ്, സുധാകര ഈ അടിയന്തരാവസ്ഥ വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞതുപോലും ധിക്കരിച്ച് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തി പോലീസിൻ്റെ സമൃദ്ധമായിട്ട് മർദ്ദനം അനുഭവിച്ച ആളാണ്. MA ബേബി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ബേബി നിഷേധിക്കില്ല. ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥക്കാലത്ത് പ്രകടനം നടത്തി തല്ലി മേടിച്ച ആളാണ് സുധാകരൻ. അങ്ങനെയുള്ള ഒരാൾ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമേ ഉള്ളൂ, 75-76. അതിപ്പോൾ 2025-26 അത് ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ ജി സുധാകരനെ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല SFI-കാരും DYFI-കാരുമായിട്ടുള്ള ഈ ഡിങ്കിരി വാലന്മാരുണ്ടല്ലോ, അവർ ഇദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ സ്ഥലത്തും മാന്തുകയും ചൊറിയുകയും തലക്കെട്ട് ചൂടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പണ്ട് ഈ തിരുവിതാംകൂർ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്ന TM വർഗീസ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്പലപ്പറമ്പിൽ കെട്ടിയിട്ട ആനയെ അങ്ങാടി പിള്ളേർ കല്ലുവടിച്ചെറിയുന്ന പോലെയാണ് എന്നാണ്. ആ അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തി. അദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ രംഗത്തും അവർ താഴ്ത്തിക്കെട്ടുകയും അവഹേളിക്കുകയും ചെയ്തു. ഞാനൊരു ഒറ്റക്കൂർ ഉദാഹരണോട് പറയും. ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മൾ തളർന്നു പോകും. പറയണം സാർ. ഏറ്റവും അവസരമുണ്ടായ ഒരു അവഹേളനം, അത് അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടൊന്നും എനിക്കറിയില്ല. ഇത്തവണത്തെ SFI-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴക്കാരനാണ്, ശിവപ്രസാദ് എന്നാണ് ആ ധീര സഖാവിൻ്റെ പേര്. അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു പഴയ സ്ഥാനമോഹി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഈ ശിവപ്രസാദിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഏറെക്കാലത്തിന് ശേഷമാണ് SFI-ക്ക് ഒരു സംസ്ഥാന നേതാവ് ഉണ്ടായിട്ടുള്ളത് എന്നും, ഇതിനു മുമ്പ് പല ആളുകളും ഉയർന്നു വന്നപ്പോൾ ഇവിടെയുള്ള ഒരു പ്രമുഖ നേതാവ് അവരെയൊക്കെ കാലെ പിടിച്ച് ചവിട്ടി താഴ്ത്തുന്ന പ്രവണതയാണ് ചെയ്തതെന്നും എന്നും പറഞ്ഞ് സുധാകരനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ കഴിയാവുന്ന എല്ലാ വേദികളിലും അദ്ദേഹത്തെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമമുണ്ട്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ
ഭുവനേശ്വരൻ, ഈ KSUകാരൻ, ആ. NDPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം വരുന്ന DSUകാരനെയൊക്കെ മർദ്ദനമേറ്റ് മരിച്ച ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പോലും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. SFIയുടെ രക്തസാക്ഷിയാണ് ഭുവനേശ്വരൻ. പന്തളത്തൂർ പട്ടി ചത്താൽ രക്തസാക്ഷിയാവുമോ എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഈ പുത്തൻകൂറ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു രീതി. ഇതിനൊക്കെ ഈ മഹാനായ മന്ത്രി സജി ചെറിയാൻ്റെ പ്രത്യക്ഷമായ അനുവാദമുണ്ട്. അതാണ് അതിലെ സജി ചെറിയാനാണ് ഇതിൽ ഒന്നാം പ്രതി. സജി ചെറിയാൻ്റെ ഭൂതഗണങ്ങളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി R നാസർ, അമ്പലപ്പുഴയിലെ നിലവിലുള്ള MLA H സലാം, ഇവരൊക്കെ ഇതിന് ഓശാനപടി ആളുകൾ. സലാം സുധാകരനെതിരായിട്ട് പരാതി കൊടുത്തു സംസ്ഥാന കമ്മിറ്റിക്ക്. പരാതി എന്തായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 സുധാകരന് കിട്ടിയതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷമാണ് 2021 സലാമിന് കിട്ടിയത്. അതിൻ്റെ പുറകിലുണ്ടായ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത് ഭയങ്കരമാണല്ലോ. സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം സലാമിന് കിട്ടാത്ത ആരെങ്കിലും കുറ്റമാണോ? തൊട്ടപ്പുറത്ത് ആലപ്പുഴ മണ്ഡലത്തിൽ തോമസ് ഐസക്കിന് കിട്ടിയേക്കാൾ എത്രയോ കുറഞ്ഞ ഭൂരിപക്ഷമാണ് PP ചിത്തരഞ്ജന് കിട്ടിയത്. അതെ. അതിൻ്റെ അപ്പുറത്ത് ചേർത്തല മണ്ഡലമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല, CPIയുടെ മണ്ഡലം. അവിടെ സഖാബ് തിലോത്തമന് കിട്ടിയേക്കാൾ എത്രയോ കുറഞ്ഞ ഭൂരിപക്ഷമാണ് P പ്രസാദിന് കിട്ടിയത്. അത് പ്രസാദ് മോശക്കാരനായിട്ടു, തിലോത്തമൻ ക്യാമനായോണ്ടല്ല, ആളുകൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് അരൂർ മണ്ഡലമുണ്ട്. അരൂര് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ AM ആരിഫിന് കിട്ടിയേക്കാൾ എത്രയോ ചെറിയ ഭൂരിപക്ഷമാണ് ഡെലീമ ജോജോക്ക് കിട്ടിയത്. കാരണം ആരിഫാണ്, അദ്ദേഹം 3ാം തവണ മത്സരിക്കായിരുന്നു. അദ്ദേഹത്തിന് ആളുകളായിട്ട് നല്ല പരിചയമുണ്ട്, ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഡെലീമ ജോജോ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിക്കാരി പോലും അല്ല, പാർട്ടിക്കാരിയാണ്. അപ്പോൾ പാർട്ടിക്കാരി മത്സരിക്കുമ്പോൾ പാർട്ടിക്കാരന് കിട്ടിയ വോട്ട് കിട്ടുമോ? കിട്ടണമെന്നില്ല, ഒരു നിർബന്ധമില്ല. ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികളുടെ, LDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചു, അമ്പലപ്പുഴയിൽ മാത്രമല്ല. എന്നിട്ടും പരാതി കൊടുക്കുന്നവർക്ക് പരാതി കൊടുക്കാം, ഇല്ലേ? സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളിരിപ്പുണ്ടല്ലോ, അയാൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അന്ന് സെക്രട്ടറിയുടെ കസേരയിൽ നിന്ന് സഖാവ് വിജയരാഘവനാണ്. ഈ വിജയരാഘവൻ തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എത്രയോ CPMകാർക്ക് എത്രയോ പ്രാമുഖ്യമുള്ള കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച് അദ്ദേഹം ഡീസൻ്റായിട്ട് തോറ്റു. പാലക്കാട്ട് മത്സരിച്ച് ഇത്തവണ മഹാഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെയുള്ള വിജയരാഘവൻ ഈ സലാമിൻ്റെ പരാതി എടുപ്പോൾ പുള്ളിക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നി. ഉടനെ തന്നെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അതിന് സഖാവ് ഇളമരം കരീമിനെ ചുമതലപ്പെടുത്തി. കരീം നടത്തിയ ഘോരമായ അന്വേഷണത്തിൽ സുധാകരൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചായിട്ട് കണ്ടെത്തി. അങ്ങനെ സുധാകരനെ ശാസിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഇതൊക്കെ നടന്ന കാര്യങ്ങളല്ലേ? അതെ. ഇതിനൊക്കെ എന്തെങ്കിലും ലോജിക്കുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേ സ്ഥാനാർത്ഥി മത്സരിച്ച് തോറ്റുപോയ സംഭവമില്ല. ഇപ്പോൾ അധികം ദൂരമല്ലോ, കുണ്ട്ര, ഇതേ തീരപ്രദേശത്താണ്, കൊല്ലം ജില്ലയിൽ കയറി കുണ്ട്ര മണ്ഡലത്തിൽ ആരെ കഴിഞ്ഞ മുമ്പ് തവണ ജയിച്ചാരാ? 2016 ജയിച്ച് മന്ത്രിയായത് മേഴ്സിക്കുട്ടിയമ്മയാണ്. അതെ. 2021 അതേ മേഴ്സിക്കുട്ടിയമ്മ അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. തലേ തവണ 30,000 വോട്ടിന് ജയിച്ച മേഴ്സിക്കുട്ടിയമ്മ 2021 തോറ്റു പോകുന്നു. ആരുടെ കുറ്റ? ആളുകൾ വോട്ട് ചെയ്തില്ല. മേഴ്സിക്കുട്ടിയമ്മയെ വോട്ട് ചെയ്തോളെന്ന് ജനങ്ങൾ വല്ല കരാർ എഴുതി കൊടുത്തിട്ടു? ഇല്ല. മാത്രവുമല്ല, നല്ല സ്ഥാനാർത്ഥി എതിര് വന്നു. എതിർ സ്ഥാനാർത്ഥിയും പ്രധാനമാണ്. അതെ. എതിർ സ്ഥാനാർത്ഥി നമ്മുടെ വിഷ്ണുനാഥ് ഗംഭീരമായിട്ട് വർക്ക് ചെയ്തു, വോട്ട് ചെയ്തു, ആളുകളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചു. ഇതൊക്കെ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ മത്സരിച്ച് തോറ്റുപോയിട്ടില്ലേ? എന്തുകൊണ്ട്? ആളുകൾ വോട്ട് ചെയ്തില്ല, തോറ്റുപോയി. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിഷയമായിട്ട് എടുക്കാൻ പാടില്ല. സംസ്ഥാന കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിടുന്നു, അന്വേഷിച്ച ആൾ ഗംഭീരമായ റിപ്പോർട്ട് കൊടുക്കും, എന്നിട്ട് ശിക്ഷിക്കും. ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഇതിൽ ഒന്നാം പ്രതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സഖാവ് സജി ചെറിയാനുമാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വമാണ്. ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ അവഹേളനവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിസ്സംഗതയും ആണ് ഇതുപോലെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അപകടം എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത്. ഈ G സുധാകരൻ വിട്ടുപോയി അദ്ദേഹം റിബലായി മത്സരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും UDF പിന്തുണ കൊടുക്കും, സ്വാഭാവികമല്ലേ? അത് അവരുടെ കുറ്റമല്ല. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും പിന്തുണ കൊടുക്കാൻ ഇദ്ദേഹം യാതൊരു ആക്ഷേപമുള്ള ആളല്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഐഷ പോറ്റി എന്തുകൊണ്ട് ഏറ്റെടുത്ത്? ഐഷ പോറ്റി വളരെ സൗമ്യമായിട്ടുള്ള, ആളുകൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഒരു വനിതയാണ്. 3 തവണ കൊട്ടാരക്കരയിൽ MLA ആയിരുന്നു, 1 തവണ
കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അവരെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാനില്ല. ഒരു വലിയ നേതാവൊന്നുമല്ല, സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ആഗോള കമ്മിറ്റിയിലൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷേ സ്വീകാര്യമാണ്. മാത്രമല്ല കൊട്ടാരക്കരയിൽ സാധാരണ ഏതിൽ കോൺഗ്രസ് ജയിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഐഷ പോറ്റി അവസാനം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ 2016 അവരുടെ ഭൂരിപക്ഷം 40,000 വോട്ടായിരുന്നു. തിരുവിതാംകൂർ ഭാഗത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളൊന്നും ഈ 40,000. അതെ. 40,000 വോട്ടിന് ഒരു സ്ഥാനാർത്ഥി തിരുവിതാംകൂർ ഭാഗത്ത് ജയിക്കാൻ പറ്റിയ ചെറിയ കാര്യമല്ല. ഇപ്പോൾ മട്ടന്നൂർ ശൈലജ ടീച്ചർക്ക് കിട്ടിയ ഭൂരിപക്ഷം പോലും ധാർമ്മടത്ത് പിണറായി വിജയൻ കിട്ടിയ ഭൂരിപക്ഷം പോലെ അല്ല. അത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ഐഷ പോറ്റി. അപ്പോൾ അവർ സാധാരണ ഇതിൽ കോൺഗ്രസിൽ ജയിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു. അവരെ ഷാളണീച്ച് സ്വീകരിക്കുന്നു, അവർക്ക് സീറ്റ് കൊടുക്കും, സ്വാഭാവികം. ഇതതുപോലെ ജി സുധാകരൻ എന്ന് വെച്ചാൽ ചെറിയ ആളല്ലല്ലോ. അദ്ദേഹം റിബലായി എന്ന് വെച്ചാൽ അത് ഏൽപ്പിക്കുന്ന ധാർമ്മികമായ ഒരു വലിയ ക്ഷതമുണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ പയ്യന്നൂരെ മറ്റേ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച കേസുണ്ടല്ലോ. പണം ഒട്ടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, കോപ്പറേറ്റീവ് ബാങ്കിൽ കൈയിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാം. രക്തസാക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി പിരിച്ച പൈസ അതിൽ ഒരു MLA കൈയിട്ട് വാരി എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കാൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയ്ക്ക് ചേർന്നായിരുന്നു. ഇനി അങ്ങനെ ഒരു കൊള്ള നടത്തി അയാളെ പിന്നെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അയാളെ പാർട്ടി വീണ്ടും മത്സരിപ്പിക്കും, ഇല്ലേ? ഇവിടെ കരുവന്നൂർ ബാങ്ക് കേസിൽ കുറ്റാരോപിതനായ അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിലനിൽക്കുന്ന AC മൊയ്തീന് 3ാമത് മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. കുന്നംകുളത്ത് വേറെ പാർട്ടിക്കാരില്ലാത്തതുകൊണ്ടാണോ? തൃശ്ശൂർ ജില്ലയിലില്ലാത്തതുകൊണ്ടാണോ? അല്ല, മൊയ്തീന് വീണ്ടും സീറ്റ് കൊടുക്കും. അങ്ങനെ കളങ്കിതരായ ആളുകൾ വീണ്ടും വീണ്ടും അംഗീകരിക്കപ്പെടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കളങ്കിതർ അംഗീകരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ തുറന്നു പറയുന്നവർ പുറത്താക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു, ചവിട്ടിമതിക്കപ്പെടുന്നു എന്നുള്ളൊരു സംഭവം കൂടിയില്ലേ സർ? ഇപ്പോൾ അത് അടുത്ത സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞത്. കളങ്കിതരെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയും അവരെ താരാട്ട് പാട്ടി അമ്പിളി അമ്മാവനെ കാണിച്ച് ഉരുട്ടി വായിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ പാർട്ടിക്കാരുടെ മനസ്സിൽ തോന്നുന്ന ചിന്താഗതി എന്തായിരിക്കും? അതും പോട്ടെ, ശബരിമല സ്വർണ്ണക്കൊള്ള എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏത് കാലത്തും UDF ഒക്കെ ഭരിക്കുമ്പോൾ കൈയിട്ട് വാരുന്ന സ്ഥലമാണ് ദേവസ്വം ബോർഡ്. അതും മാർക്സിസ്റ്റുകാർ ഭരിക്കുമ്പോഴും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും കൈയിട്ട് വാരട്ടെ, മനസ്സിലാക്കാം. അപ്പോഴൊക്കെ CPMകാരായ മെമ്പർമാർ അതിനൊക്കെ എന്താണ് വിട്ടുനിന്നിരുന്നവരാണ്. ഇപ്പോൾ ഈ ജി സുധാകരൻ തന്നെ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എല്ലാവരും ഞാൻ അകത്താക്കും. അദ്ദേഹം പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ഭയങ്കര കളവാണ്, ഇതിനൊരു അറുതി വരുത്തിയിട്ട് പേർ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്ന് എല്ലാവരും അകത്തു പോകും, വിജിലൻസ് റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ചോദിച്ചൊരു ചോദ്യം, നമ്മുടെ ബാബു സാർ ഉണ്ടായിരുന്നല്ലോ, എന്ത് ബാബു എന്ന് പറയുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ കൺട്രോളറോ പ്രോ VCO മറ്റായിരുന്ന ആളാണ്. അദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ സുധാകരൻ പറഞ്ഞു, സത്യമാണ്, ബാബു സാർ ഒരു കളവും നടത്തിയിട്ടില്ല, അദ്ദേഹം കളവും നടത്തില്ല. പക്ഷേ അപ്പുറം ഇപ്പുറം ഇരുന്നവരെ തയ്യാറാക്കി കടലാസിലേക്ക് ഇത് ഒപ്പിട്ട് കൊടുത്തല്ലോ, പുള്ളിയും കൊടുക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു എന്താണ് സ്വഭാവശുദ്ധിയുള്ള ആളുകളാണ് CPM നോമിനേറ്റ് ചെയ്തത്. ഇപ്പോൾ ഡോക്ടർ ബാബുവിനെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ സത്യസന്ധരായ ആളുകളെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അത് കളവ് നമുക്ക് മനസ്സിലാക്കാം, സാധാരണ നാട്ടു നടപ്പാണ്. ശബരിമല ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ സ്വർണ്ണപ്പാളി ഇല്ലേ, അത് പൊളിച്ചുകൊണ്ട് പോകുന്നു. അതിന് വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ഗൂഢസംഘമായി പ്രവർത്തിച്ച് ശാസ്താവിനെ തന്നെ കടമറിച്ചു കൊണ്ടുപോയാൽ ആരുടെ ദൈവാധീനം എന്ന് വിചാരിച്ചു. ശാസ്താവിന് കുറച്ച് ദൈവാധീനമുണ്ട് എന്ന് വേണമെങ്കിൽ വിചാരിക്കും. അപ്പോൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. പല കളവുകളും അവർ നടത്തിയിട്ടുണ്ട്. മേൽശാന്തി നിയമനത്തിൽ കൈക്കൂലി വാങ്ങിച്ചവരുണ്ട്, ദേവസ്വം ബോർഡ് കോളേജിൽ അധ്യാപകരെ അനധ്യാപകരെയൊക്കെ നിയമിക്കുന്നതിൽ കൈക്കൂലി വാങ്ങിച്ചവരുണ്ട്. ഇത് പറയുമ്പോൾ പല മുഖങ്ങളും ഇതറിയാവുന്ന ഓരോരുത്തരുടെ മനസ്സിൽ തെളിഞ്ഞു വരും. എനിക്ക് വേണമെങ്കിൽ ഇവരുടെയൊക്കെ പേര് പറയാം. ഒരാൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കില്ല, കാരണം സംഗതി സത്യമാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അവരൊക്കെ ബഹുദൂരം പിന്നിലാക്കി, അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ തത്വം അനുസരിച്ച്. അതാരാണ്? പത്മകുമാർ, മുൻ MLA, ശബരിമല അയ്യപ്പൻ്റെ കുടുംബക്കാരനെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. എന്തൊക്കെയോ അവകാശവാദങ്ങൾ അദ്ദേഹത്തിന്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം. അത് കഴിഞ്ഞ് കളവ് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പുറത്താക്കണ്ടേ, അദ്ദേഹത്തെ പേര് നടപടിയെടുക്കണ്ടേ? അദ്ദേഹം ഇപ്പോഴും കമ്മിറ്റിയിൽ ഇരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പുള്ളിയെ പാർട്ടിയിൽ നിന്ന് മൂക്കിൽ വലിക്കാൻ എന്തോ ആലോചന നടക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പാർട്ടിയുടെ ധാർമ്മിക അടിത്തറയ്ക്ക് കൊടുക്കുന്ന ഒരു ക്ഷതം എത്രയാണ്. ഈ ശബരിമലക്ക് പോകുന്ന ഏത് പാർട്ടിക്കാരെന്നുള്ള അറിയാമോ? ശബരിമലക്ക് പോകുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ശബരിമലക്ക് പോകുന്നത് ഈ നമ്മുടെ CPM കാരാണ്. മാർക്സിസ്റ്റുകാരുടെ പരദേവതയാണ് ശബരിമല ധർമ്മശാസ്ത്രം. അതുള്ളൂ നവോത്ഥാനം നടപ്പാക്കിയപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ട്. ഏറ്റവും അധികം ആളുകൾ ശബരിമലക്ക് പോകുന്നത് CPM കാരാണ്. പാർട്ടി അടിസ്ഥാനത്തിൽ. സാമുദായികമായിട്ടാണെങ്കിൽ ഇടപരാധി പിന്നാക്ക സമുദായക്കാരാണ്. അല്ലാണ്ട് ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഒന്നും സാധാരണയിൽ ശബരിമലയ്ക്ക് പോകില്ല. ശബരിമല ഒരു അബ്രാഹ്മണ ക്ഷേത്രമാണ്, കീഴാള ക്ഷേത്രമാണ്. ഞാനിപ്പോൾ ശബരിമലയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഈ വിഷയം ഇതാണ്. അവിടെ നിന്ന് ഈ സ്വർണം പൊളിച്ചുകൊണ്ട് പോകുന്നു. അതൊക്കെ പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷേത്രം എത്രയാണ്. അതിനൊരു നടപടി എടുക്കാതിരിക്കുന്നു. അതിനെക്കുറിച്ച് പാർട്ടിക്ക് ഒരു വിശദീകരണം നൽകാനില്ല. അതല്ലേ പാർട്ടിക്കാരനായ വാസു ജയിലിൽ പോകുന്നു. പാർട്ടി നേതാവായ സഖാവ് പത്മകുമാർ ജയിലിൽ കിടക്കും. പാർട്ടിയുടെ നോമിനിയായിട്ട് വന്ന CPIയുടെ CPMൻ്റെ ഓരോ മെമ്പർമാരും ജയിലിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒന്നും പറയാനില്ല. ഞങ്ങൾ ഈ നാട്ടുകാരല്ല മാവിലായിക്കാരാണ് എന്ന് പറഞ്ഞിരുന്നാൽ അതുണ്ടാക്കുന്ന ആഘാതം എത്രയാണ്. അത് ഭയങ്കരമല്ലേ. കരുവന്നൂർ ബാങ്കിനേക്കാൾ വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത്. അതിൻ്റെ പുറത്താണ് ഏത് ഈ മർക്കടസ്യ സുരാപാനം എന്ന് പറയില്ലേ. മർക്കടസ്യ സുരാപാനം തന്മധ്യേ വൃശ്ചിക ദംശനം. അതാണ് കള്ളു കുടിച്ച കുരങ്ങിനെ തേള് കുത്തുന്നു. അതാണ് മർക്കടസ്യ സുരാപാനം മധ്യേ വൃശ്ചിക ദംശനം തന്മധ്യേ ഭൂതാവേശം എന്നാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ CPM. ഈ തന്മധ്യ ഭൂതാവേശമാണ് ഇപ്പോൾ സുധാകരൻ. ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഈ പോക്ക് പോയാൽ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയും. എന്താ സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നു സുധാകരൻ CPMനെ ചതിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ പാർട്ടി അണികൾ ചോർന്നു പോകാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശം പ്രാദേശിക CPM കമ്മിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന്. അത് രണ്ടും വളരെ വളരെ നന്നായി. കാരണം എന്താ വെച്ചാൽ അതിൽ വേറൊരു തമാശ കൂടി ഉണ്ട്. ഈ ആലപ്പുഴയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താ ഈ ആലപ്പുഴയെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. അതെന്ന് വെച്ചാൽ CPMൻ്റെ അകത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ കുറേ പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കീഴ്ഘടകങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പണ്ടോട്ടേ പ്രവർത്തിച്ചിരുന്ന സഖാക്കൾക്ക് ഇപ്പോൾ രക്ഷയില്ല എന്നൊരു പൊതുധാരണ അവിടെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഒരു തലതൊട്ടപ്പൻ നമ്മുടെ സഖാവ് സജി ചെറിയാൻ ചെങ്ങന്നൂർ മത്സരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ അഗൈതവുമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. ഈ അരിയും പലരും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വച്ചോടാന്നുള്ള മുദ്രാവാക്യം കുന്തിരിക്കം വാങ്ങിച്ച് അതിന് അനുവാദം കൊടുത്തത് ആരുടെ താല്പര്യപ്രകാരം എന്നറിയാം. ആലപ്പുഴയിൽ ഇരട്ടക്കൊലപാതകം കഴിഞ്ഞ അധികം ദിവസമായി ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഒരു പ്രകടനം നടത്താനായിട്ട് സാധാരണയിൽ കളക്ടറോ പോലീസ് സൂപ്രണ്ടോ അനുവാദം കൊടുക്കുമായിരുന്നില്ല. അനുവാദം കൊടുത്തതല്ല, അനുവാദം കൊടുപ്പിച്ചത് സജി ചെറിയാൻ്റെ താല്പര്യപ്രകാരമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. അത് പാർട്ടിയെ ബാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ വെച്ചാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നോക്കിയാൽ മതി. ഈ കായംകുളത്തും ഹരിപ്പാട്ടും അമ്പലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് എത്രയാണ് എന്ന് നോക്കാം. ആ വോട്ട് എവിടെ നിന്നാണ് വന്നത്? കോൺഗ്രസിൽ നിന്നാണോ? അല്ല, കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും അല്പം കൂടുതലും കൂടി KC വേണുഗോപാലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വോട്ട് എവിടെ നിന്നാണ് വന്നേ? 2 സ്ഥലത്ത് ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തി. അതെങ്ങനെ സംഭവിച്ചു? ആരിഫ് എങ്ങനെ 3ാം സ്ഥാനത്ത് പോയി? ആ വോട്ട് വന്നത് CPMൽ നിന്നാണ്. CPMൻ്റെ വോട്ട് കുറഞ്ഞപ്പോഴാണ് ശോഭ 2ാം സ്ഥാനത്ത് എത്തിയത്. അങ്ങനെയാണ് KC വേണുഗോപാലിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. അപ്പം ഇത് സംഭവിച്ചത് ആ വോട്ട് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം പണ്ടേ ഇല്ലാണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരണേക്ക് മുമ്പ് തന്നെ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ, ഈവൻ കോഴിക്കോട്ടും വടകരയിലും കണ്ണൂരും വരെ പാർട്ടിക്കാരുടെ വോട്ട് ചോർന്നു പോകാൻ തുടങ്ങി. ചോർന്നു പോകുന്നത് കോൺഗ്രസിലേക്കല്ല, അത് BJPയിലേക്കാണ്. ആ നിലയിലെത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ടും പാർട്ടിയുടെ അടിത്തറ, അത് വളരെ പ്രധാനപ്പെട്ട. ഏത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പാർട്ടിയുടെ അടിത്തറ വളരെ ശക്തമാണ്. അടിത്തറ മാത്രം പോരല്ലോ, മേപ്പോട്ടൊക്കെയുള്ള ഭാഗം എന്ത് ചെയ്തു? മേൽക്കൂരയ്ക്ക് എന്ത് സംഭവിച്ചു? ഉത്തരവത്തിന് എന്ത് പറ്റി? കഴുക്കൊല്ലെന്ത് പറ്റി? മേജ ഓടിനെന്ത് പറ്റി? അതൊക്കെ പോയി. അടിത്തറ വളരെ ശക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് കേൾക്കാം 2026 ഗോവിന്ദൻ മാഷ് തന്നെയാണല്ലോ നമ്മുടെ പാർട്ടി സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താത്വികമായിട്ടുള്ള വിശകലനം
നമ്മുടെ ഈ ഗോവിന്ദ മാഷെ കാണുമ്പോൾ സത്യനാന്തിക്കാട് ശ്രീനിവാസനൊക്കെ എത്ര എത്ര വലിയ പ്രതിഭാശാലികളെന്ന് നമ്മൾ ഓർക്കും. ഇല്ല, 1992 റിലീസായ പടമാണ് സന്ദേശം. ആ ശങ്കരാടി മരിച്ചിട്ട് എത്ര കൊല്ലേ, ശ്രീനിവാസനും മരിച്ചു. പക്ഷേ ഗോവിന്ദ മാഷ ഉള്ളിടത്തോളം കാലം അതെനിക്ക് യാതൊരു കുറവ് സംഭവിക്കില്ല. അത് നമ്മൾ എന്ന് ഓർത്തുകൊണ്ടേയിരിക്കും. കുമാരമുള്ള സാറിൻ്റെ റോള് താത്വികമായിട്ടുള്ള വിശകലനമാണ്. അല്ല, ഇതിപ്പോ ഇത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ്. CPM നേതൃത്വത്തിന് യാതൊരു കുലുക്കവും ഇല്ലെന്ന് തോന്നുന്നു. അതോ അത് കുലുക്കം ഇല്ല എന്ന് അഭിനയിക്കുന്നതാണോ എന്നറിയില്ല. എങ്കിലും മറുവശത്തെ ഒരു സുധാകരൻ അവർക്ക് പ്രതീക്ഷ നൽകുകയാണോ സർ? കെ സുധാകരൻ എന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഈ കെ സുധാകരനോട് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെതായ പല, നമ്മൾ വിഷയമല്ല എന്നെല്ലാം പറയാം. കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെതായ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. ശക്തനായ നേതാവാണ്, തൻ്റെ ഇടമുള്ള ആളാണ്, താൻ പോരുമുള്ള ആളാണ്. അദ്ദേഹം അല്ലാതെ ഒരാൾ അവിടെ CPM കാരടുത്ത് അടിച്ച് നിൽക്കാൻ പറ്റിയ ആളുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. കെ സുധാകരനെ പോലെ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിലും സുധാകരൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പ്രായാധിക്യം, അനാരോഗ്യം, ഇത് രണ്ട് കലശലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത്, വൈകുന്നേരം പറയുന്നതല്ല രാത്രി പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ പരിതാപകരമായ മനോനില അത് അദ്ദേഹത്തിന് മാത്രം മനസ്സിലായിട്ടില്ല. ഇതുമല്ല അതിൽ ശരിക്കുള്ള പ്രശ്നം. ഇത് അറിഞ്ഞുകൊണ്ട് ചില കുബുദ്ധികൾ, കോൺഗ്രസ്സുകാരെ തന്നെ ഉണ്ടാകുന്നുണ്ട്, ശത്രുക്കളാരുമല്ല, കോൺഗ്രസ്സുകാരായ ചില കുബുദ്ധികൾ അദ്ദേഹത്തെ ഇങ്ങനെ സ്പാനർ വെച്ചിട്ട് തിരിച്ചു വിടുന്നതാണ്. ഇതാണ് സത്യത്തിലുള്ള പ്രശ്നം. സുധാകരൻ സത്യത്തിൽ വളരെ നന്മയുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്, തൻ്റെ അടിയാണ്, താൻ പോരുമയുള്ള ആളാണ്, ഒക്കെ ശരിയാണ്. സുധാകരനെ പോലെ സുധാകരൻ മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ പ്രശ്നം അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പതർച്ച, പ്രായാധിക്യം, അനാരോഗ്യം, ഇതിനെ വേറെ ചില തൽപര കക്ഷികൾ ചൂഷണം ചെയ്യുകയും ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ ഈ വിഡ്ഢിവേഷം അഭിനയിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അല്ല, ഈ സുധാകരൻ വിഷയം, നമ്മുടെ സുധാകരൻ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം സാറ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇതിപ്പം ആലപ്പുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമായിരിക്കില്ല. അതിൻ്റെ അനുരണനങ്ങൾ സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടും. ആ ഒരു പ്രകമ്പനം പോലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇത് അനുഭവപ്പെടും. ഇതിപ്പോൾ സുധാകരനോട് CPM ഇതാണ് ചെയ്തത് എന്ന ഒരു സംസാരം, എന്ന ഒരു ചിന്ത, എന്ന ഒരു ചർച്ച ഇത് കേരളത്തിലുടനീളം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ സാരമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കില്ലേ CPM-നെ? തീർച്ചയായിട്ടും ബാധിക്കും. ഇത് ബാധിക്കുന്നത് പൊതുസമൂഹത്തെ അല്ല. പൊതുസമൂഹത്തിൽ സുധാകരനെ പോലെ ഒരാളെ പുറത്താക്കി, ഇപ്പം ഗൗരി അമ്മയെ പുറത്താക്കിയപ്പോൾ ആളുകളുടെ ഇടയിൽ വലിയൊരു വേദനയും വികാരമുണ്ട്. എൻ്റെ അമ്മ ഒരു വലിയ കോൺഗ്രസ്സുകാരിയാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നം കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശുവായിരുന്ന കാലത്ത് പശുവിനും, കൈപ്പത്തിയായിരുന്ന കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോൾ അമ്മ വളരെ ദുഃഖിതയായി. ഇവിടെ ഗൗരിയമ്മയെ പാർട്ടി എന്തിനാ പുറത്താക്കി? അമ്മയ്ക്ക് എത്ര ആലോചന മനസ്സിലായില്ല. ഗൗരിയമ്മയെ എന്തിനു പുറത്താക്കി? ഗൗരിയമ്മ എന്ത് ചെയ്തു? അവർ ഈ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി നടന്നതല്ലേ, എന്തൊരു അക്രമമാണ് എന്ന് അമ്മ എന്നോട് ചോദിച്ചു. അമ്മ വളരെ ക്ഷുഭിതയായി. ഞാൻ പറഞ്ഞ സാധാരണക്കാരുടെ മനസ്സിലൊരു ഗൗരിയമ്മയുണ്ട്, രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ളവരും ഹൃദയപരമായ ഒരു അടുപ്പം ഗൗരിയമ്മയുണ്ട്. അതുപോലെ സുധാകരൻ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഴിമതിയില്ലാത്ത, കാര്യപ്രാപ്തിയുള്ള, സത്യസന്ധനായ ഒരു നേതാവ് എന്ന രീതിയിലുള്ള മതിപ്പ് അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുമ്പോൾ പൊതുസമൂഹത്തിലുണ്ട്. എന്നാലും അങ്ങനെ ഒരു മനുഷ്യനെ ഇവർ ഇതിലൂടെ ചെയ്തല്ലോ. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധാർമ്മികമായിട്ട് അദ്ദേഹം ജയിച്ച് കണ്ടെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അതും മനസ്സിലാക്കുക. അതുമല്ല ശരിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം അതല്ല. അതൊക്കെ നമുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല, സുധാകരൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ ഇതിൽ ശരിയായ അപകടം കിടക്കുന്നത് പാർട്ടിക്കാരുടെ ഇടയിൽ. പാർട്ടിക്കാരെല്ലാവരും വയറ്റുപഴപ്പുകാരല്ലോ. കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ. ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം. ഇടതുപക്ഷക്കാർ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഇടതുപക്ഷക്കാർ ചെയ്യുന്നത് മാത്രമാണ് ശരി, ഇടതുപക്ഷക്കാർ ചെയ്യാത്തതുകൊണ്ട് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ഇത് വിശദീകരിക്കാൻ പറ്റില്ല. സുധാകരൻ ചെയ്തത് തെറ്റെന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം രീതിയിൽ അവഹേളിച്ചത് എന്ന ചോദ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൻ്റെ മുമ്പിൽ വിശദീകരിക്കാൻ പാർട്ടി ലീഡർഷിപ്പിന് സാധിക്കില്ല. ഒരു കാര്യം പറയും, MP രാഘവനെ പുറത്താക്കിയപ്പോഴും ഗൗരിയമ്മയെ പുറത്താക്കിയപ്പോഴും EMS ഉണ്ടായിരുന്നു. തിരുമേനിയുടെ ആ സിദ്ധാന്തമാണ് ഈ CPM നേതൃത്വത്തിലുള്ള അവസാന വാക്ക്. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം അങ്ങനെ ഒരാളില്ല. താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ വിഷയത്തെ വിശദീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളുമില്ല. പിന്നെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നെഞ്ചി കൈവച്ച് പറയാനും ആർക്കും പറ്റിയില്ല സുധാകരൻ ചെയ്തത് തെറ്റെന്താണ്, സുധാകരനോട് ചെയ്തത് തെറ്റെന്താണ്. അതാണ് പ്രശ്നം. ഇതിപ്പോൾ സത്യത്തിൽ ഈ
സുധാകരൻ ഇന്നിപ്പോൾ റിബലായി നിൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഗോവിന്ദ മാഷനല്ല, പിണറായി വിജയന് പോലുമല്ല. അതിൻ്റെ ഉത്തരവാദിത്തം സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾക്കുമാണ്. പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞ ആൾക്കാർ എങ്ങനെയാണ് തെറ്റുകാരാവുന്നത്? അവർ തെറ്റുകാരാവുന്നത് ഇവർ ചെയ്യുന്ന കുൽസിത പ്രവൃത്തികൾക്ക് മുമ്പിൽ ഇവർ നിശബ്ദത പാലിച്ചു. അല്ലെങ്കിൽ എച്ച് സലാമിൻ്റെ പരാതി കിട്ടിയ ഉടനെ അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചു. പരാതിയിൽ വല്ല കഴമ്പുണ്ടോ? തൊട്ടടുത്തും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മണ്ഡലങ്ങളിൽ കായംകുളത്ത് എത്ര കുറഞ്ഞു, ആലപ്പുഴയിൽ എത്ര കുറഞ്ഞു, ചേർത്തലയിൽ എത്ര കുറഞ്ഞു, അരൂരിൽ എത്ര കുറഞ്ഞു എന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടത്, മാന്യത ഉണ്ടത്. അതുപോലും ചെയ്തില്ല. അവിടെയാണ് തെറ്റ്. എന്തായാലും അമ്പലപ്പുഴ കേരളത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അവിടെ പതിറ്റാണ്ടുകളോളം 6 പതിറ്റാണ്ടോളം CPM-ന്റെ നെടുന്തൂണായി നിന്ന ജി സുധാകരൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. ഈ തീരുമാനം അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അത് CPM-ന്റെ നേതൃത്വത്തിനും ഒപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനും ഒക്കെ തന്നെ വലിയ തലവേദനയായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. ജി സുധാകരന് ഇടാൻ പറ്റുന്ന തടയെല്ലാം ഇടുവാനായി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം കനക്കുകയാണ് അവരുടെ അണികൾക്കിടയിൽ എന്ന രീതിയിൽ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നുറപ്പ്, CPM സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചലഞ്ചാണ് ജി സുധാകരനിലൂടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നാണ് അഡ്വക്കേറ്റ് A. ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഇനി നടക്കാൻ പോകുന്ന പോര് എത്രത്തോളം കടുക്കുമെന്ന്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.